ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഏറെ നാൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ അമിത്ഷായുടെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. രാജ്യസഭയിലാണെന്ന് തോന്നുന്നു അമിത്ഷായുടെ പവർ പാക്ഡ് പെർഫോമൻസ് നമ്മൾ കണ്ടത്. ജോൺ ബ്രിട്ടാസിനെ അടക്കം വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് അമിത്ഷാ എന്ന് പറഞ്ഞാൽ ഭംഗ്യന്തരേണ വളരെ പരിഹാസ രൂപേണയാണ് അദ്ദേഹം ജോൺ ബ്രിട്ടാസിനെ വിമർശിച്ചത്. അത്ര മാത്രമേ ജോൺ ബ്രിട്ടാസ് അർഹിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർക്ക് നേരെ ഒരു ചീറിപ്പായുന്ന ഒരു പുലിയെ പോലെയായിരുന്നു അമിത്ഷായുടെ സംസാരം എന്നൊക്കെ പറയുന്നത്. പ്രധാനമായും നമ്മുടെ രാജ്യത്തിന് 3 ശത്രുക്കളാണുള്ളത്. ആ 3 ശത്രുക്കൾ 1 ഭീകരവാദികളാണ്, 2 മാവോയിസ്റ്റുകളാണ്, 3 ഖലിസ്ഥാനികളാണ്. അതായത് ഇസ്ലാമിക ഭീകരവാദികൾ, മാവോയിസ്റ്റുകൾ, ഖലിസ്ഥാനികൾ. ഈ 3 വിഷയങ്ങളെയും അമിത്ഷാ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സഭയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഭീകരവാദികളോടുള്ള അമിത്ഷായുടെ നിലപാട് എന്താണ് എന്നുള്ളത് കേട്ടിട്ട് സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അമിത്ഷായുടെ മറുപടി കേട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരിക്കണം. കാരണം അമിത്ഷാ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പറഞ്ഞു, നരേന്ദ്രമോദി സർക്കാരിന് ഭീകരവാദികളോട് ഒരു നയം മാത്രമേ ഉള്ളൂ, വെടിവെക്കുമ്പോൾ അവരുടെ നെറ്റിയിലായിരിക്കണം ബുള്ളറ്റ് കയറേണ്ടത്, അല്ലാതെ വേറൊരു സ്ഥലത്തും അവരുടെ ബുള്ളറ്റ് കയറേണ്ട ആവശ്യമില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ഇതോടുകൂടി പിന്നീട് ഒരു ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടായില്ല. ഭീകരവാദികൾ ഉണ്ടോ ഇല്ലയോ ഒന്നുമില്ല. ഇനി ഭീകരവാദി ആണെങ്കിലും ഭീകരവാദി അല്ലെങ്കിലും ഭീകരവാദി അല്ലെങ്കിലെന്നല്ല, ഭീകരവാദി ആണെങ്കിലും ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന സഹായിക്കുന്നവനാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. വെടി വെക്കുമ്പോൾ നെറ്റിയിൽ തന്നെ ബുള്ളറ്റ് കയറിയിരിക്കണം. അല്ലാതെ അവൻ ഭീകരവാദ പ്രവർത്തനമല്ലേ നടത്തിയുള്ളൂ, അവൻ ഭീകരവാദികളെ താമസിപ്പിച്ചതല്ലേ ഉള്ളൂ, അവന്റെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അവന്റെ ഭീകരവാദികളെ ആശയം പേറുന്നവനാണല്ലോ. അങ്ങനെ ഒരു നിലപാടുമില്ല. ആദ്യം ബുള്ളറ്റ് കയറേണ്ടത് ഈ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നവന്മാർക്കാണ് എന്ന രീതിയിലാണ് അമിത്ഷാ സംസാരിച്ചത്. അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം. മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ അമിത്ഷായുടെ നിലപാട് വളരെ ക്ലിയർ ആയിരുന്നു. 2026 മാവോയിസം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് അമിത്ഷാ പറഞ്ഞു. പിന്നെ ഖലിസ്ഥാൻവാദികളുടെ വിഷയത്തിലും അമിത്ഷാ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ജമ്മു കാശ്മീരിൽ പോയി സഹോദരിയുടെ മുകളിൽ മഞ്ഞെറിഞ്ഞ് കളിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അമിത്ഷാ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഭീകരവാദികളെ കുറിച്ച് ചോദിച്ചപ്പോൾ, നമ്മുടെ നാട്ടിൽ ഭീകരവാദികളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ നോക്കും, അദ്ദേഹം ജമ്മു കാശ്മീരിൽ പോയി സഹോദരിക്ക് മുകളിൽ മഞ്ഞെറിഞ്ഞ് കളിച്ച നിങ്ങൾ കാണുന്നില്ലേ? എന്നിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറയുകയാണ് ജമ്മു കാശ്മീർ മുഴുവൻ ടെററിസ്റ്റുകളാണെന്ന് പറയുന്നു. അത് സ്വന്തം പാളയത്തിൽ ടെററിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ടെററിസ്റ്റുകളെ എവിടെയും ടെററിസ്റ്റുകളെ കാണും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ മുഴുവൻ ടെററിസ്റ്റുകളാണ്, അപ്പൊ നിങ്ങൾ പോയാലും നിങ്ങൾ കാണുന്നത് ടെററിസ്റ്റുകളെ ആയിരിക്കും എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമിത്ഷാ പറയും. പിന്നെ അടുത്ത അമിത്ഷാ കൃത്യമായിട്ട് അഡ്രസ് ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിനെ കുറിച്ചുള്ളതാണ്. മണിപ്പൂരിൽ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള പീസ് ഇനിഷ്യേഷൻ അത് നടക്കുകയാണ്, സംസാരം നടക്കുകയാണ്. അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെയാണ്, വിഘടനവാദികളെല്ലാം തുടച്ചു നീക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. അടുത്തത് അമിത്ഷായുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദി തെരിയാതെ പോടാ, അങ്ങനെയുള്ള തമിഴ്നാട്ടിന്റെ ആ ഒരു വിഘടനവാദത്തെ, അങ്ങനെ സമസ്ത മേഖലകളിലും അമിത്ഷാ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് MBBS പരീക്ഷകൾ തമിഴിലാക്കും എന്ന്, ആ പാഠ്യപദ്ധതി നമ്മൾ തമിഴിൽ തുടങ്ങും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമിത്ഷാ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 40,000 ജോബ്സ് കാശ്മീരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അമിത്ഷാ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു വിഷയത്തെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനോ പറയാനോ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. അമിത്ഷായുടെ ഒരു 2ാം വരവാണോ? യഥാർത്ഥത്തിൽ അമിത്ഷാ ഇത്രയ്ക്കും ഫെറോഷ്യസ് ആയിട്ട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്ന സമയത്താണ് ഇത്ര ഫെറോഷ്യസ് ആയിട്ട് സംസാരിച്ചത്. പിന്നെ പൗരത്വ നിയമത്തിന്റെ ആ ഒരു സമയത്തും അമിത്ഷാ ഇത്ര ഫെറോഷ്യസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പൗരത്വ നിയമത്തിന്റെ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു സഭയിലെ ഒരു അംഗം എഴുതി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതിലുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ട് ഇതിനകത്ത് വന്നു എന്ന് ചോദിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ഭയങ്കര ദേഷ്യത്തിൽ കടിച്ചു കീറുന്ന ഭാവത്തോടു കൂടി പറഞ്ഞു, പാക് അധീന കശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് പാകിസ്ഥാന്റേതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷെ നമുക്കതിപ്പോഴും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ആ പാക് അധീന കശ്മീരുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്, അതുകൊണ്ട് അവരും അതിർത്തി രാജ്യം തന്നെയാണ്. എന്നിട്ട് അമിത്ഷാ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ജാൻ ദേ ദേംഗെ ഹം POK के लिए എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ എന്റെ ജീവൻ കൊടുക്കും പാക് അധീന കശ്മീരിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ സമാനമായ രീതിയിലുള്ളൊരു സംസാരമായല്ലോ. എന്ത് തോന്നുന്നു ഇതിൽ? അമിത്ഷായുടെ ഒരു 2ാം വരവാണോ ഇത്? അമിത്ഷാ വളരെ നാൾക്ക് ശേഷമാണ് വിശദമായിട്ടൊരു പ്രസംഗം, ഒരു പ്രസ്താവന സഭയിൽ നടത്തുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം പഴയ അമിത്ഷാ തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2019 നമ്മൾ കണ്ടിരുന്ന ഒരു അമിത്ഷാ ഉണ്ട്.
പിന്നീട് പിന്നെ അത്രയും ഉള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റും നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം സഭയിൽ സജീവമായിട്ടുള്ള ഒരു പ്രസംഗ രീതിയുമായി എത്തിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാ മേഖലയും അദ്ദേഹം തൊട്ട് എണ്ണിയാണ് പറഞ്ഞു പോകുന്നത്. അതായത് അദ്ദേഹം കൃത്യമായി തന്നെ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞത് 70% ഭീകരപ്രവർത്തനം നിന്നിരിക്കുന്നു കാശ്മീരിൽ. ഒപ്പം തന്നെ കാശ്മീരികളായിട്ടുള്ളവർ ഇപ്പൊ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം അവിടെ അതിനുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും വന്നപ്പോൾ ലോക്കൽ ആൾക്കാർ, അതായത് കാശ്മീരികൾ ആയിരുന്നല്ലോ മുമ്പ്, അതായിരുന്നില്ല സ്ഥിതി. അതില്ലാതായിട്ടുണ്ട്. 70% ഭീകരവാദം നിർത്തി. 70% ഭീകര പ്രവർത്തനം ഇല്ലാത്തൊരു ഇടമായി മാറിക്കഴിഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഖാലിസ്ഥാനികളെ കുറിച്ചാണ്. അദ്ദേഹം അത് പറഞ്ഞത് അഭിനവ ബിന്ദ്രൻപാല, ഈ അമൃതപാൽ സിംഗിനെ കുറിച്ചാണ് പറഞ്ഞത്. അഭിനവ ബിന്ദ്രൻപാലയായിട്ട് നടക്കുന്നവരൊക്കെ ഇപ്പൊ ആസാമിലെ ജയിലിൽ ഇരുന്ന് മതഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഒരു രീതി, അങ്ങനെയാണ്. അതായത് നല്ല പഠിപ്പീര് ഞങ്ങൾ കൊണ്ടുപോകും, അങ്ങനത്തെ ഇത്. അത് ഒരു ദാക്ഷിണ്യം, സീറോ ടോളറൻസ് എന്നാണ് പുള്ളി അതിനെ പറഞ്ഞത്. അതായത് ഒരു ദാക്ഷിണ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല. പിന്നീട് അദ്ദേഹം വന്ന ഒരു കാര്യം മണിപ്പൂരാണ്. മണിപ്പൂരിൽ ഇപ്പൊ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. മണിപ്പൂരില് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ദില്ലിയിൽ വെച്ച് അമിത്ഷാ ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മാർച്ച് 8 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ മണിപ്പൂരിലെ എല്ലാ റൂട്ടുകൾ വഴിയും വണ്ടി ഓടിയിരിക്കണം എന്ന് ആണ് അദ്ദേഹം ആദ്യം കൊടുത്ത നിർദ്ദേശം. ഇത് പ്രാക്ടിക്കൽ ആകുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം മണിപ്പൂരിൽ ഈ സംഘർഷ മേഖലകളിൽ കുക്കിയുടെ ആയാലും മീത്തിയുടെ ആയാലും ആ മേഖലകളിലൊക്കെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും വലിയ തടിയും ടയറുമൊക്കെ കൂട്ടിയിട്ടുകൊണ്ടും അല്ലെങ്കിൽ ആളുകൾ സ്ത്രീകളെ ഉപയോഗിച്ച് വാഹനം തടഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വാഹനം ഓടുന്നില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മണിപ്പൂരിൽ എല്ലായിടത്തും. പക്ഷെ ഈ മാർച്ച് 8 മുതൽ വണ്ടി ഓടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടം തുടങ്ങിയ ആ ദിവസം കുറച്ച് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബസ്സിന് കല്ലെറിയും തീ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച പട്ടാള വണ്ടികളിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു, ചെക്ക് പോസ്റ്റ് ഒക്കെ എടുത്ത് ദൂരെ കളയുന്നതും അവരുടെയൊക്കെ പോപ്പി കൃഷി നശിപ്പിക്കുന്നതും ഒക്കെയാണ്. നമ്മൾ ഈ അടുത്ത് റീസെന്റ് നമ്മൾ കണ്ട ഒരു വീഡിയോ, സ്ത്രീകൾ വന്ന് റോഡിൽ കിടക്കുന്നു, ഈ സ്ത്രീകളുടെ മുകളിൽ കൂടെ പട്ടാള വണ്ടി ഓടിച്ചു കയറ്റാൻ പോകുന്നു, ഇവരെടുത്ത് ഓടിക്കളയുന്നതൊക്കെയാണ്. അതായത് ശരിക്കും ഇപ്പോൾ പട്ടാളത്തിന്റെ അണ്ടറിലേക്ക് വന്നതോടുകൂടി അവിടെ ഇപ്പോൾ പഴയത് കണക്ക് സംഘർഷമോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുന്നു. ഒപ്പം തന്നെ കുക്കികൾ പറയുന്നത് ഞങ്ങള് സമാധാന ചർച്ചയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അമിത്ഷാ പറഞ്ഞത് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചയിലൂടെ പരിഹരിക്കും, പകരം ആയുധമൊക്കെ എടുത്തിട്ട് ഈ വിഘടനവാദ സ്വഭാവത്തിലൊക്കെ പോകുന്നവരെ ഞങ്ങൾ ടെററിസ്റ്റുകളായിട്ട് മാത്രമേ കാണൂ. അത് കുക്കി ആയാലും മേത്തി ആയാലും സോസോ ആയാലും ആരായാലും. അപ്പോൾ അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുക മാത്രമല്ല, ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റെയ്ഡുകൾ മതി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. അതായത് വളരെ പതുക്കെ പോവുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഏകദേശം പട്ടാളത്തിന്റെ കയ്യിൽ അമർന്നിരിക്കുന്നു മണിപ്പൂർ എന്ന് പറയേണ്ടി വരും. അതൊരു ലോങ് ടൈം അല്ലല്ലോ, കുറച്ച് കാലത്തെ. അപ്പൊ അതിനിടയ്ക്ക് ഈ ഒരു സമരസപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഒന്ന് പഠിച്ച് സമാധാനത്തിൽ എത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വന്നാൽ എന്താകും. ഒരുപാട് തവണ രാഷ്ട്രപതി ഭരണം വന്നൊരു സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കുക, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വളരെ കൂളായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കാരണം അവിടുത്തെ ജനത്തിന് ഒരു വലിയ വിഭാഗത്തിനും ഈ അക്രമത്തോടും ഇല്ല, അവർക്ക് ജീവിച്ചു പോകണമെന്ന് മാത്രമുള്ള ഒരു ആഗ്രഹമാണുള്ളത്. കാരണം അവരുടെ കൃഷി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അവർ ആ ഒരു രീതിയിലേക്ക് പോകും. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോക്കസ് തിരിഞ്ഞത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഹിന്ദി വിരുദ്ധ സമരങ്ങളും കാര്യങ്ങളും അതൊരു വിഘടനവാദ സ്വഭാവമുള്ളതാണ്. അതിനും അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, എഞ്ചിനീയറിംഗിന്റെ MBBS പഠനമൊക്കെ തമിഴിലാക്കിക്കൊള്ളു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് തോന്നുന്നു വലുതായിട്ട് കത്താൻ സാധ്യതയില്ല. സ്റ്റാലിൻ അതെടുത്തിട്ട് ഈ ഇലക്ഷൻ കാലം വരുമ്പോഴത്തേനും ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഹിന്ദി എടുത്തിട്ടതാണ്. കാരണം പണ്ട് തൊട്ട് DMK രൂപീകരിക്കുമ്പോൾ തൊട്ട് അവർ ഹിന്ദി വിരുദ്ധ പ്രസംഗങ്ങളും സമരങ്ങളൊക്കെ നടത്തി വന്നൊരു പാർട്ടിയാണ്. പൊളിറ്റിക്കലി മാത്രം അതിനെ കണ്ടാണ്. പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ ജിഹാദികൾ, അതായത് ഈ തീവ്രവാദ സ്വഭാവമുള്ള മതമൗലികവാദ സംഘടനകളെ തലപൊക്കാൻ അനുവദിക്കില്ല, അത് എവിടെയായാലും അടിച്ചമർത്തും, അതിനൊന്നും യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, ഈ നക്സലിസം മാർച്ച് 2026 മാർച്ച് 31 പൂർണ്ണമായി ഇന്ത്യയിൽ നക്സലിസം ഇല്ലാതാക്കും എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ദന്തേവാഡയിലും മറ്റുമൊക്കെ 30ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ചറപറ കൊല്ലുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അർബൻ നക്സലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതായത് മുമ്പ് വനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നക്സലുകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി ടൗണുകളിൽ നമ്മുടെ ഇടയിലൊക്കെ പോലും ആ അർബൻ നക്സലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് അർബൻ നക്സലുകളെ കൂടെ ഞങ്ങൾ നോട്ടമിടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമുക്കറിയാം ഈ നിരോധിത സംഘടനകൾ, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയാലും SDPയുടെ ആയാലും ഒക്കെ
അവർക്ക് ഫണ്ട് നൽകുന്നവരുടെ വീട്ടിൽ റെയ്ഡുകൾ നടത്തുന്നു, അവർക്ക് ഫണ്ട് നൽകി വിദേശത്തൊക്കെ ഇരുന്ന് ഫണ്ട് നൽകുന്നവരുടെ പേരിൽ അന്വേഷണങ്ങൾ വരുന്നു. അപ്പം അത് ഒരു വഴിക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. അപ്പം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതായത് വിഘടനവാദികളുടെ അതുപോലെ തന്നെ ഈ ഭാഷാപരമായി വിഭജിക്കാനുള്ള ശ്രമം, ഇതിനെല്ലാം കൃത്യമായി തന്നെ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇതിനകത്തൊന്നും ഒരു സഹിഷ്ണുതയോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങളുടെ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതിന് തെളിവ് സഹിതം അദ്ദേഹം പറയുന്നത്. ഖാലിസ്ഥാന്റെ വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ അഭിനവ ഭിന്ദ്രൻപാല, ഈ അമൃതപാൽ എന്ന് പറയുന്നത്, അയാളിപ്പോ എവിടെയാണെന്ന് അറിയാമോ? ആസാമിലെ ജയിലിൽ ഇരുന്ന് മതപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾ അങ്ങനെ വളരെ അനുവദിക്കില്ല എന്നാണ്. കാശ്മീരിൽ ഞങ്ങൾ അടിച്ചൊതുക്കി കഴിഞ്ഞു എന്ന് തന്നെ അവർ പറയുന്നത്. മണിപ്പൂരിന്റെ വിഷയം അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ വിഷയം പുള്ളി പറഞ്ഞത് ഇതാണ് എന്റെ സൊല്യൂഷൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ അത്തരത്തിലുള്ള സംഘടനകൾ വളരാൻ അനുവദിക്കില്ല, അവരെ മുളയിലെ നുള്ളും എന്ന് പറയുന്നുണ്ട്. നമുക്കത് ഇതൊന്നും വെറും വാക്കുകളല്ല. പ്രത്യേകിച്ച് അമിത്ഷായുടെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഒരു പണി തുടങ്ങി വെച്ചതിന് ശേഷമാണ് ഈ അമിത്ഷായും നിതിൻ ഗഡ്കരി കണക്കുള്ള ആളുകൾ അതൊരു പ്രസ്താവന പ്രസംഗവും നടത്തുന്നത്. അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞ മാർച്ച് 31-നകം ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ ഏതാണ്ട് അതൊക്കെ ഏതാണ്ട് 95% നക്സലുകൾ ഇന്ത്യ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ആ ഒരു ഭീകര പ്രവർത്തനത്തിൽ ഏതാണ്ടൊക്കെ ഒരു തടയിടാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ടൈം എടുക്കും, പെട്ടെന്ന് നമുക്കത് നിർത്താൻ കഴിയില്ല. മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഇതിന്റെ ഈ ആശയം പേറുന്നവരുണ്ടാകും. അതിനെയൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും വേണ്ടി വരും. ഒരു 10 വർഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ, കാരണം പുറമേ നിന്നുള്ളവരെയൊക്കെ നമുക്ക് ഇനി കൂട്ടാൻ പറ്റും എന്നുള്ളത് കവിഞ്ഞു. അപ്പുറത്തേക്ക് ഇവിടെ ആശയം പേറുന്നവരുണ്ടാകും. ആശയം പേറുന്നവരിങ്ങനെ മുമ്പോട്ട് കുറച്ചാളുടെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതിനെയൊക്കെ അരിച്ചരിച്ചരിച്ച് ഫിൽറ്റർ ചെയ്ത് എടുക്കേണ്ടി വരും. 10 വർഷം മിനിമം വേണ്ടി വരും. ഏതായാലും ഈ സർക്കാർ കയറിയിട്ട് 10 വർഷം ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലെവലിലേക്ക് എത്തി. ഇനി ഒരു 10 വർഷം കൂടെ ആകുമ്പോഴേക്കും ഈ ഇതിനൊക്കെയുള്ള തീവ്ര സ്വഭാവത്തിലുള്ള സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇന്ത്യയിൽ ഒരു വലിയ പരിധി വരെ ഇല്ലാതാകും എന്നാണ് കരുതുന്നത്. കാരണം ജനങ്ങൾ കൂടി കുറച്ചുകൂടെ ബോധവാന്മാരായി കഴിഞ്ഞാൽ ചെറിയ നീക്കങ്ങൾ പോലും അവർ പോലീസിനെയോ ഇല്ല മറ്റ് അന്വേഷണ ഏജൻസികളെ അറിയിക്കുകയും അതിന് പൂട്ട് വീഴുകയും ചെയ്യും. ഈ നക്സലിസത്തെ തുടച്ചു നീക്കുന്നതിനും സർക്കാർ ചെയ്ത ആ കാര്യം തന്നെയാണ്. അവിടുത്തെ ഗ്രാമീണരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ ഗ്രാമീണർ വഴിയായിരുന്നു ഈ നക്സൽ ഏരിയകൾ കടന്നു കയറുകയും പുറപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതിന്റെ ഗുണം ആ നാട്ടുകാർക്ക് കിട്ടുകയും ചെയ്തു. അവർക്ക് അവിടെ റോഡുകളായി, വൈദ്യുതിയായി, ജലസംഭരണികളായി എല്ലാം പട്ടയം ഉൾപ്പെടെയുള്ളത് കിട്ടി. കാശ്മീരിലേക്ക് വന്നപ്പോഴും അവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ്. അത് രണ്ട് രീതിയിലായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ തന്നെ ഭീകരവാദികളെ ഒതുക്കിയത്. അതായത് ഈ ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാർ ഉണ്ടെങ്കിൽ അവരുടെ വീടുണ്ടാകില്ല, ഇടിച്ചു നിരത്തും, കണ്ടുകെട്ടും എന്നൊരു ഭീഷണി കൊടുത്തു. ഒപ്പം തന്നെ സഹായിച്ചു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റും ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നാട്ടുകാരെ യോജിപ്പിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ സായുധ സംഘത്തെ ഇപ്പോൾ കേന്ദ്രം പരിശീലിപ്പിച്ചുകൊണ്ട് വരികയാണ്. അത് നേരത്തെ തന്നെ ഉണ്ടായ ഈ പട്ടാളത്തിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഫോൺ ചെയ്താലൊന്നും ഓടി വരാൻ പറ്റാത്ത ഇടങ്ങളിൽ, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രാമീണർ തന്നെ അവർക്ക് തോക്കുകളും മറ്റും ഇപ്പൊ കൊടുത്തിരിക്കുന്ന ലൈറ്റ് മെഷീൻ ഗണ്ണാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സൈന്യം തന്നെയാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ബംഗ്ലാദേശിന്റെ അതിർത്തിയിലും ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രാമീണരെ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തോക്കൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ അറിയിക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതിനേക്കാൾ വലിയ നീക്കം അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അത് മയക്കുമരുന്നിനെതിരെയുള്ള വേട്ടയാണ്. അത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രധാനമായും നക്സലുകളുടെ മാത്രമല്ല പറഞ്ഞത്, മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞിരുന്നു. മയക്കുമരുന്ന് വേട്ട ശക്തമായ രീതിയിൽ മയക്കുമരുന്ന് വേട്ട വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളെങ്ങാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം അമിത്ഷാ വിളിച്ച് ചേർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനകത്ത് വെച്ചിട്ട് അതിന്റെ പ്ലാൻ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ഈ മയക്കുമരുന്ന്. അപ്പൊ ഏതായാലും അദ്ദേഹം ഒരു സ്ട്രോങ് ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളതിന്റെ വ്യക്തമായി, കാരണം തെളിവ് സഹിതമാണ് നടത്തിയിരിക്കുന്നത്. ഏതായാലും വീണ്ടും അമിത്ഷാ സജീവമായിട്ട് വരുന്നത് അമിത്ഷാ ആരാധകരെ ഒന്നുകൂടെ ആനന്ദത്തിൽ ആറാടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ 2 ദിവസം എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. കാരണം എല്ലാത്തിനും കഴിഞ്ഞ ദിവസം നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MPയെ ഭാര്യ ഓട് വിളിച്ച് വന്നൊന്നുമല്ല, 7 തവണ തെരഞ്ഞെടുപ്പ് ജയിച്ച് മത്സരിച്ച് വന്നതാണ്. കാരണം ഈ ചോദ്യം ചോദിച്ച ആള് അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഉരുളയ്ക്ക് ഉപ്പേരിയും കൊടുത്തപ്പോൾ കസറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വേണമെങ്കിൽ BJP ഫാൻസിനൊക്കെ പറയാം മോദിക്ക് ശേഷം അമിത്ഷാ എന്നൊക്കെ വേണമെങ്കിൽ പാടാൻ പറ്റുമായിരിക്കാം. പക്ഷെ അതൊരു നല്ല, അതിനിടയ്ക്ക് യോഗിയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ഉള്ളതാണോ കള്ളതാണോ എന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും പ്രധാനമന്ത്രി ആകാനില്ല, UP എനിക്ക് എന്റെ പാർട്ടി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ താൻ കൊരക്നാഥിലേക്ക് പോകും, താൻ ആ ക്ഷേത്രത്തിന്റെ മഠത്തിന്റെ അധിപൻ കൂടിയാണ്, ഞാൻ അങ്ങനെ പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പക്ഷെ ആ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഏതായാലും ആധികാരികമായിട്ട് എല്ലാവരും അമിത്ഷാ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ. യോഗി ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ല.
ഇല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ അങ്ങനെ എനിക്ക് മോഹങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. അത് സ്വാഭാവികം, എല്ലാ പൊളിറ്റീഷ്യൻസും പറയുന്നതാണല്ലോ. ഞാൻ അതെ 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 മോഹങ്ങളൊന്നും ഇല്ല, എന്റെ പാർട്ടി ഏൽപ്പിച്ച് ഞാനൊരു യോഗിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു യോഗിയാണ്, എനിക്ക് പോകാൻ ഒരിടം പിന്നെ ഈ ആശ്രമം മാത്രമാണ് എന്ന് പറഞ്ഞു. ഇതേപോലൊരു സ്റ്റേറ്റ്മെന്റ് നരേന്ദ്രമോദി നടത്തിയതാണ്. 2014 ഒന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് മോദിക്കെതിരെ ഈ ഭയങ്കരമായ അതെ അതെ രീതിയിൽ പാർലമെന്റ് ബഹളം വന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത്, ഉം എനിക്ക് പോകാനായിട്ട് ഒരു 4 ഉടുപ്പും ഒരു പാണ്ഡവും മാത്രമേ ഉള്ളൂ, അതെടുത്തുകൊണ്ട് ഞാൻ അങ്ങ് പോകും. അതെ അതെ എന്റെ പാർട്ടി, എന്റെ ഞാനൊരു സംഘടന എന്നോട് ഫക്കീറാണെന്ന് പറഞ്ഞു. പറയുകയാണ്. ആ എന്നിട്ട് അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്റെ സംഘടന എനിക്ക് നാളെ വിവേകാനന്ദ പാറ ഇവിടെ അവരുടെ ട്രസ്റ്റ് ഉണ്ടല്ലോ സംഘത്തിന്റെ, എന്താണ് അതെ അതെ വിവേകാനന്ദ കൾച്ചർ സെന്റർ, അതിന്റെ അതെ ഉത്തരവാദിത്വം തന്നാൽ ഞാൻ അവിടെ പോകും. കാരണം ഞാൻ സംഘടനയുടെ ഒരു പിന്നെ ഉത്തരവാദിത്തമുള്ള അനുസരണയുള്ള ഒരു പ്രവർത്തകനാണ്. അല്ലാതെ ഞാനിത് ഉള്ള ഉം കാലം മുഴുവനും ഇരിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് കൊണ്ടുപോകാനും ഒന്നുമില്ല, വലിയ ലഗേജോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനില്ല. ആ ഒരു ഭാണ്ഡം എടുത്ത് ഉം വെച്ച് ഞാൻ ഇറങ്ങി നടന്നിട്ട് എന്റെ സംഘടന എന്താണ് ഈ അടുത്ത പറയുന്നത് അവിടെ പോയി ഞാൻ ഇരിക്കും. അതിന്റെ വേറൊരു ടൈപ്പാണ് യോഗി പറഞ്ഞത്. ഏതായാലും ഇങ്ങനൊക്കെ ഉം യോഗിയും മറ്റും പറയുമ്പോഴാണ് ഇവരൊക്കെ തന്നെ ആണോ വരുന്നത് എന്നൊരു സംശയം നമുക്ക് വരുന്നത്. അപ്പം ഏതായാലും അതെ അമിത്ഷായുടെ ഒരു വളരെ നാളത്തിന് ശേഷം നല്ല ഒരു പ്രസംഗമായിരുന്നു. എല്ലാ കാര്യങ്ങളും സമഗ്രമായി ഉം പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു. പിന്നെ പഴയതിൽ നിന്നും താങ്ക് യു വ്യത്യസ്തമായിട്ട് ബിജു. അമിത്ഷാ ഈ ഒരു പ്രസംഗത്തിൽ കാണാൻ ഉം വ്യത്യസ്തമാക്കാൻ കഴിയുന്നത് അല്പം നർമ്മരസങ്ങളും കൂടെ കലർത്തിയിട്ടാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസംഗങ്ങൾ പോകുന്നത്. സാധാരണ അതെ അതെ പോലെ അങ്ങനെ അമിത്ഷാ തമാശകൾ പറയാറില്ല. അപ്പുറത്തുള്ളവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അതിന്റെ ഇടയിൽ കയറിയിട്ട് അമിത്ഷാ ചാടി കയറിയിട്ട് അതിന് ഉരുളയ്ക്ക് ഉപ്പേരി കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ബ്രിട്ടാസ് ഒക്കെ സംസാരിച്ച് തീരുന്നതിന് മുമ്പേ അമിത്ഷാ ചാടി എഴുന്നേറ്റു. എലോൺ മസ്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമിത്ഷാ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ എന്താണ് എലോൺ മസ്കിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഇന്ത്യയിലുള്ളവരെ കുറിച്ച് സംസാരിക്കും, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇന്ത്യയിൽ ഉത്ഭവിച്ച പാർട്ടികളാണ്, നിങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര പാർട്ടി, പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്ന പാർട്ടി, അതുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്ന ഒരു അമിത്ഷായാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അമിത്ഷാ വീണ്ടും സജീവമായപ്പോൾ വാർത്താ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയകൾക്കും എല്ലാം ഒരു പുത്തൻ ഉണർവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിലുപരി അമിത്ഷാ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രയാണ്, ഈ 10 വർഷം കൊണ്ട് BJP സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന കൂടെ അമിത്ഷാ തന്നതിലുണ്ട്. അതുകൊണ്ട് അമിത്ഷായുടെ ഈ ഒരു പാർലമെന്റ് പ്രസംഗം അങ്ങനെ ഒരു പരിഹാസമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.